മിഷൻ ഒറ്റപ്പാലം മേജർ നയിക്കും. ഒറ്റപ്പാലം വികസന കോൺക്ലേവിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്നാമത്തെ ഒരു കാര്യം, സാർ MLA ആയി വരികയാണെങ്കിൽ പനമണ്ണ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമപ്രദേശത്തിന് വേണ്ടി, ഒപ്പം തന്നെ അനങ്ങനടി പഞ്ചായത്തിനെയും ഒറ്റപ്പാലം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ സാറുടെ ഭാഗത്തു നിന്ന് വലിയൊരു പരിശ്രമം ഉണ്ടാകണമെന്ന് ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ റോഡിന്റെ കാര്യത്തിൽ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇനിയും നമ്മൾ എന്ത് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ ശരി, ഇത് വെറും ബിറ്റമിനും അല്ലെങ്കിൽ വെറും ഒരു ടാറും മെറ്റലും കൊണ്ടുള്ളതല്ല. ഉള്ളത് പെർമനന്റ് ആയിട്ട് റബ്ബറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്ന വ്യക്തിക്ക് അത് വലിയ നഷ്ടമായിരിക്കും. കാരണം എല്ലാ കൊല്ലം എനിക്ക് കോൺട്രാക്ടേഴ്സിന്റെ അടുത്ത് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റില്ല ഇതിന്റെ റിപ്പയർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എനിക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് വൺസ് ആൻഡ് ഫോർ ഓൾ ഏത് റോഡ് നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ പെർമനന്റ് ആയിട്ടുള്ളതിന് ചിലപ്പോൾ പലയിടത്തുനിന്ന് എനിക്ക് ഒപ്പോസിഷൻ വരുമായിരിക്കും. പക്ഷെ 500 മീറ്റർ ചെയ്യേണ്ടിടത്ത് ഞാൻ ചിലപ്പോൾ 400 മീറ്റർ ചെയ്യേണ്ടാവുള്ളൂ. പക്ഷെ അത് പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഞങ്ങളുടെ അടുത്തു കൂടെയാണ് കണ്ണിയമ്പുറം തോട് ഒഴുകുന്നത്. അപ്പൊ ഈ തോടിൽ ഞങ്ങൾ അവിടെ താമസിക്കുന്നത് 60ഓളം കുടുംബങ്ങളുണ്ട്. ഈ 60ഓളം കുടുംബങ്ങൾ 2018, 19, 24 വെള്ളം കയറി ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി. അത് കൂടാതെ ഉണ്ട് വീടുകൾക്ക് സംഭവിക്കുന്ന ബലക്ഷയം. ഇത് ഒരു പ്രാവശ്യം വെള്ളം കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കൂടുതൽ ഇവിടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ അറിവ് വെച്ചിട്ട് വളരെ ശക്തമായിട്ട് ഞങ്ങളത് സ്റ്റഡി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ തോടിന് ഒരു സ്ഥലത്ത് വരുമ്പോൾ 5 വളവുണ്ട്. ഈ 5 വളവിൽ വരുന്ന സമയത്ത് വെള്ളം കുത്തി ഒഴുകി വരുമ്പോൾ സൈഡ് ഇടിഞ്ഞിട്ട് അവിടെ മണ്ണ് കയറി ഈ മണ്ണ് മുനിസിപ്പാലിറ്റി ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് വരുന്ന പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ A to Z ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കോൺടാക്ട് ചെയ്യും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പലതവണ വന്നിട്ട് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് തരികയും ചെയ്തു. 2022 2.5 crore എസ്റ്റിമേറ്റ് തന്നിട്ട് ഇതുവരെയും അതിന് യാതൊരു നടപടികളും സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. കനാലുകളെ കുറിച്ച് ഞാൻ ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇതിന് പല സ്ഥലത്തും ബ്ലോക്കേഡുകളുണ്ട്. ഈ ബ്ലോക്കേഡുകൾ വെള്ളപ്പൊക്കമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വളവ് 3-4 വളവ് എന്ന് പറയുന്നത് ശരിയാണ്. ആ വളവിൽ എപ്പോഴായാലും മഴവെള്ളം വരികയാണെങ്കിൽ ആ മണ്ണും ചളി അവിടെ അടയും. അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ആക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മൾ മഴക്കാലത്തിന് മുന്നേ തന്നെ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഈ കനാൽ ക്ലീനിങ് എൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും. 32-ാം വാർഡിൽ താമസിക്കുകയാണ്. കുറെ വർഷമായി വാടകയ്ക്ക് ഇരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ കുറെ സ്ഥലത്തിന് വീടണോ അപേക്ഷിച്ചു, ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ലിസ്റ്റിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഈ സമയത്ത് പറഞ്ഞാൽ നമുക്കതിന് സൊല്യൂഷൻ പറയാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് വിൽ ബി എ കോഡ് ഓഫ് കണ്ടക്റ്റിനകത്ത് വരുന്നതാണ്. ഞാൻ എന്തെങ്കിലും ഓഫർ ചെയ്യുക, എന്റെ മനുഷ്യത്വപരമായിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്യാം. MLA ആയിട്ട് വരുന്ന സമയത്ത് അപ്പൊ വരൂ, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം, ഇവിടെ മലബാറിന്റെ റെയിൽവേ ഹബ്ബ് എന്നൊക്കെ പറയും ഷൊർണൂര്. പക്ഷെ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള പല ട്രെയിനുകൾക്കും സ്റ്റോപ്പില്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA ആയിട്ട് ഒറ്റപ്പാലത്ത് വിജയിച്ചാൽ താങ്കൾ ചെയ്യേണ്ട ഒരു പ്രധാന ഘടകം അതാണെന്ന് എനിക്ക് തോന്നിക്കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. റെയിൽവേയുമായി ഓൾറെഡി ഞാനിപ്പം MLA ആവാനോ ഇല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിട്ട് ഒരു ലെറ്റർ നമ്മൾ വൈഷ്ണവ് സാറിന് വിട്ടിട്ടുണ്ട്. അതെന്താണ്, പാലക്കാട് പൊള്ളാച്ചി മെമുവിനെ ഞാൻ ഒറ്റപ്പാലം വരെ ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് പറഞ്ഞു, ഇല്ല ചേട്ടൻ ഞാൻ തൃശ്ശൂർ വരെ ആക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ലെറ്റർ അയച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പട്ടി വളർത്തൽ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അത് യാതൊരു തരത്തിലും സഹിക്കാൻ വയ്യാത്തൊരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പലതും ചെയ്യുന്നുണ്ട്, പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ മനുഷ്യന് പുറത്തിറങ്ങാൻ പാടില്ലാത്ത സാഹചര്യത്തിരിക്കുകയാണ്. ഡെഫിനറ്റായിട്ടും അതിനുള്ളൊരു ആക്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാത്ത. കാരണം ഇതിനെ പിടിക്കാനുള്ള പ്രൊഫഷണലായിട്ട് ആൾക്കാരുണ്ടായിരിക്കും. അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ, കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർ ചെയ്യും. ഈ ഒറ്റപ്പാലത്ത് മാത്രമാണ് ഒരു ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഇല്ലാത്തത്. ഒരു കിണറ്റിൽ വീണ 17 കിലോമീറ്റർ ദൂരത്തുനിന്ന് വന്നിട്ട് വേണം, അയാൾ ഒരിക്കലും രക്ഷപ്പെടാറില്ല. അതിനൊരു വീടിന് തീ പിടിച്ചാൽ അത് ഭസ്മാവണ വരെ ഫയർഫോഴ്സിന് ഇവിടെ എത്താൻ പറ്റില്ല. കാരണം 17 കിലോമീറ്റർ ഈ റോഡ് കൂടെ വന്നിട്ട് വേണം. അതിന് പല വേദികളിലും ഞാൻ പല സ്ഥലത്തും പറഞ്ഞപ്പോൾ അടുത്തന്നെ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഒരു 20 കൊല്ലമായിട്ട് ഇത് ആവർത്തിച്ചും കൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു സ്ഥലം അക്വയർ ചെയ്തിട്ട് 3 കൊല്ലമായി. അതിനെ വളരെ കൃത്യമായിട്ട് ഇത് വരും എന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് എത്രയോ കൊല്ലങ്ങളായി, പക്ഷേ ഇവിടെ വന്നിട്ടില്ല. ഇതിനൊരു അറുതി
അസംബ്ലിയിൽ ശക്തമായിട്ടൊരു ചോദ്യം ഉണ്ടായിരിക്കും. എൻ്റെ ഒറ്റപ്പാലത്തുകാർക്ക് ഒരു ഫയർഫോഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഒറ്റപ്പാലത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലമാണ് പാർക്കിംഗ്, വെഹിക്കിൾ പാർക്കിംഗ്. നമ്മൾ ഒരുവിധം എല്ലാവരും വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാവും. ഇപ്പം ടൗണിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസണിൽ ഇപ്പോൾ നമുക്ക് എവിടെയും വണ്ടി അങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പോലീസ് ടിക്കറ്റ് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് പോകും. അപ്പോൾ അതിന് ഇതുപോലെ കുറേ തവണ നമ്മൾ പ്രസൻറ്റേഷൻ കൊടുത്തതാണ്. ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അത് ഇതുവരെയും കൺസിഡർ ചെയ്തിട്ടില്ല. അതാണ് ഒരു പോയിന്റ് ഉള്ളത്. അത് നടന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം വെഹിക്കിൾസിൻ്റെ എണ്ണം ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2-3 വഴിയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പെയ്ഡ് പാർക്കിംഗ് ഉള്ള സ്ഥലം അത് കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് പെയ്ഡ് പാർക്കിംഗ്, എവിടെയും പാർക്കിംഗ് നമ്മൾ കൊടുക്കണം. പിന്നെ സ്ഥലം കുറവാണെങ്കിൽ 5 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് 46 കാർ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് ആ ഫുൾ റോളിംഗ് സാധനത്തിനകത്ത് അതിൻ്റെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാലും ആ വാടകയ്ക്ക് അത് കറക്റ്റാണത്. അതൊന്ന് അത് ചെയ്യിപ്പിക്കാവുന്നേ ഉള്ളൂ. അത് എവിടെ എങ്ങനെയെന്നുള്ളത് നമ്മൾ നോക്കണം. ഈ പെയ്ഡ് പാർക്കിംഗ് ആ മായന്നൂർ പാലത്തിൻ്റെ അവിടെ പെയ്ഡ് പാർക്കിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ടൗണിലേക്ക് ഒരാൾ വരണമെങ്കിൽ അവിടുന്ന് പിന്നെ നടന്നു വരണം. അപ്പം അതിൻ്റെയൊക്കെ ഇടയിലുള്ള ഗ്യാപ്പുകൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാം. ഒറ്റപ്പാലത്തിനെ സംബന്ധിച്ചിടത്തോളമല്ല, കേരള സമൂഹത്തിൻ്റെ വ്യാപാരികളിലാണ് നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ. ഒരു മുനിസിപ്പാലിറ്റിയെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല നിയമങ്ങളെ കിടക്കുന്നത്. സംസ്ഥാനത്തിനുടനീളം നടത്തുന്ന ചെറുകിട വ്യാപാരികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ജയത്തോടനുബന്ധിച്ച് തന്നെ വരികയാണെങ്കിൽ സാറിന് ഒരു കൺസെപ്റ്റ് ഉണ്ടാകുമല്ലോ, വ്യാപാര മേഖലകളിൽ ചെയ്യാൻ സാർ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ ഒന്ന് അവതരിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. ഞാൻ കാണുന്ന വ്യാപാരി ചെറിയ ഒരു പച്ചക്കറി കടയും വെച്ചിട്ടിരിക്കുന്നവനും അവനും വ്യാപാരിയാണ്, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ അവർ പോലീസിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അനധികൃതമായിട്ടുള്ള ശാസനകൾ കേൾക്കേണ്ട അവസ്ഥ വരുന്നത് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ അതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. കാരണം വലിയവർക്ക് ആരും അങ്ങനെ വന്ന് ശല്യം ചെയ്യാറില്ല. പക്ഷെ ഈ പാവപ്പെട്ടവനെ അവനൊരു 50-500 രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് അത് ടൗണിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് ഒരു 750 രൂപയായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് പിടുങ്ങി വാങ്ങിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളത് അതെന്റെ രൂപരേഖയിലുണ്ട്. ഇവിടെ ECHS പോലെ തന്നെ CGHSന്റെയും ഒരു ഇത് ഉണ്ട്. പക്ഷെ അത് ഇവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ പോലും ഇതുവരെ അപ്രൂവ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും പാലക്കാടായാലും മതി, നമുക്ക് ഏറ്റവും നെക്സ്റ്റ് പറഞ്ഞാൽ എറണാകുളം പോകണം, തൃശ്ശൂർ പോലും ഇല്ല. അപ്പൊ അത് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രം. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ECHSന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്തോളാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. NDA ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ് കേരളത്തിലെങ്കിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട തീരെ കിടപ്പിലായ രോഗികൾക്ക്, കഴുക്കോല് എണ്ണി കിടക്കുന്ന ഒരുപാട് രോഗികൾ കേരളത്തിൽ ഓരോ പഞ്ചായത്തിലെ ഒരു ആവറേജ് ഒരു വാർഡിലും 100-120 രോഗികൾ ഇതേപോലെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അത്തരം രോഗികൾക്കായിട്ട് എന്തെങ്കിലും പദ്ധതികൾ സാറിന്റെ മനസ്സിലുണ്ടോ എന്താണെന്നാണ് എൻ്റെ ചോദ്യം. പാലിയേറ്റീവ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. കാരണം അത് അധികം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെൻഡിയാവും. പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് കെയർ ഓഫ് ദാറ്റ് തിങ്. ബിക്കോസ് ആ അച്ഛനമ്മമാർക്ക് സഹായിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ, പാലിയേറ്റീവിന്റെ ഇൻചാർജ് എന്ന് പറയുമ്പോൾ അവർക്കും വേണം വലിയൊരു മനസ്സ്. കാരണം അവരെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ. ആ പേഷ്യന്റ് അവസ്ഥ എന്താണ്. സ്വന്തം അച്ഛനെയും അമ്മയും പോലും മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന അച്ഛനെയും അമ്മയും പോലും ചീത്ത വിളിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് വളണ്ടിയേഴ്സ് ആയിട്ട് വരുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള കുറെ ആളുകൾ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിന് ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു സംതിങ്. ഇവിടെ ഹിന്ദുക്കൾക്കായിട്ടുള്ള ഒരു ശ്മശാനമില്ല. ഇതൊരു വലിയ പ്രയാസം നേരിടുന്ന ഒരു സംഭവമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഒറ്റപ്പാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു ഐവർമഠം എന്ന് പറയുന്ന സ്ഥലം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ബോഡിയായിട്ട് അവിടെ എത്തുന്ന സമയത്ത് ലൈൻ നിൽക്കേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത്, അവിടെ എക്കോളജിക്കൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇംബാലൻസിൽ പോകുന്നത് മരം, വിറക് കൊണ്ടാണ് ഈ ചിത കത്തിക്കുന്നത്. അപ്പൊ അതിനകത്ത് എത്ര മരങ്ങൾ വെട്ടി നശിപ്പിക്കേണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇലക്ട്രിക്കൽ ക്രിമറ്റോറിയം അല്ലെങ്കിൽ ഗ്യാസ് ക്രിമറ്റോറിയം ആണെങ്കിൽ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഈ മരങ്ങൾ ഇനിയും വെട്ടി നശിപ്പിക്കേണ്ട കാര്യമില്ല. ഐവർമഠത്തിന്റെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മിഷൻ ഒറ്റപ്പാലം മേജർ നയിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഈ ഒരു ഇതിൽ സാർക്ക് വിഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഓൾറെഡി സാർ MLA ആവുന്നതിനെ കുറിച്ചൊരു പ്ലാൻ ഒന്നുകൂടി പറയാറ്. ഓൾറെഡി യു ആർ എ വിഷൻ ആൻഡ് എ മിഷനും ആക്കി അതൊരു പ്ലാനിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഒരു MLA ആവാൻ നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ആദ്യം എൻ്റെതായിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത്, എനിക്ക് മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വേദന കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിരിക്കും. അപ്പം എനിക്കറിയാം ഞാൻ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണെന്നുള്ളത്. പിന്നെ ഒരു സ്ഥലത്ത് ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് ശബ്ദം ഉയർത്തും, കൈ ഉയർത്തേണ്ട സമയത്ത് കൈ ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. അത് ആർമി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട്. അപ്പം എന്തുകൊണ്ട് തന്നെയാലും ശരി, എന്ത് പ്രതിസന്ധി വന്നാലും നേരിട്ട് നിന്ന് ചങ്കൂറ്റത്തോട് നിൽക്കാനുള്ള ഗട്സും ഉണ്ട്. അതേ സമയത്ത്
അവരോട് വളരെ ഭവ്യതയോടുകൂടി ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഭിന്നശേഷിയുള്ള അവർക്ക് വേണ്ടി എന്തെങ്കിലും സാർ ചെയ്യാൻ പറ്റുന്നത്? സർ, ഞാൻ നേരത്തെ പറഞ്ഞു പാലിയേറ്റീവ് എൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഭാഗമാണത്. കാരണം ഞാനിപ്പോൾ റീസെൻ്റ്ലി ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയി, എൻ്റെ അനിയൻ്റെ മരണം എന്നുള്ളത്. അപ്പം എനിക്ക് നിങ്ങളുടെയൊക്കെ സങ്കടം കാണുന്ന സമയത്ത് എൻ്റെ കണ്ണു നിറയും. ഇതേപോലെ തന്നെയാണ് ഞാൻ ആ കുട്ടികളെ അന്ന് അവിടെ കണ്ടപ്പോഴും ഇതുപോലുള്ള ആ ഒരു ഡിസേബിൾഡ് എന്നുള്ളതല്ല, സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുന്ന ആ കുട്ടികളുടെ മാനസികാവസ്ഥയും, അതുപോലെ ഞാൻ ഇതുപോലൊരു സംഘടനയിൽ പോയിട്ട് ആ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ആ കുട്ടികളെ കാണണം, പക്ഷേ അവരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് എത്ര അമ്മമാരുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു 16 അമ്മമാരുണ്ട്. ഈ 16 അമ്മമാർക്ക് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. കാരണം എന്താണെന്നറിയോ, സാധിക്കില്ല സാർ ഒരു നോർമൽ മനുഷ്യരെ കൊണ്ട്. ഈ കുട്ടി, ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ വളർച്ച ആ കുട്ടിക്ക് അറിയുന്നില്ല. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കാലന്മാർ പുറത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ നിന്ന് പോലും ഈ അമ്മ ആ കുട്ടിയെ രക്ഷിക്കണം. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്, കാരണം വീട് 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി. ഈ അമ്മയ്ക്കൊരു അടുത്ത വീട്ടിലെ കല്യാണത്തിന് പോകാൻ പറ്റില്ല. ഒരു അച്ഛൻ മരിച്ചാൽ പോലും പോകണമെങ്കിൽ 10 പ്രാവശ്യം ചിന്തിക്കണം. അങ്ങനെയുള്ള അച്ഛനമ്മമാരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് സാർ. ഡോണ്ട് വറി, ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും. ഓക്കെ, മിഷൻ ഒറ്റപ്പാലം മേജർ നയിക്കും വികസന കോൺക്ലേവിന്റെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.